ഹലോ പിള്ളേരെ, രാവിലെ തന്നെ മടി പിടിച്ചൊരു ദിവസമാണ് കേട്ടോ. ഇന്ന് എന്തുണ്ടാക്കും രാവിലെ എന്ന് ചിന്തിച്ചപ്പോഴാണ് തലേന്നത്തെ രാത്രിയിലത്തെ ചപ്പാത്തിയും ചിക്കൻ ഫ്രൈ ഇരിപ്പുണ്ട്. പക്ഷേ അവിടെയും വന്ന പ്രശ്നം, അവിടെ പലർക്കും ചപ്പാത്തി വേണ്ട, ബ്രെഡ് മതി. അങ്ങനെ ബ്രെഡ് വേണ്ടവർക്ക് ബ്രെഡും ചപ്പാത്തി വേണ്ടവർക്ക് ചപ്പാത്തിയും ഞാൻ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. ഉണ്ടാക്കി കൊടുക്കാനൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കി അത്ര. ചിക്കൻ ഒന്ന് ചൂടാക്കി ആ പാനിൽ തന്നെയാണ് കേട്ടോ ഞാൻ ബ്രെഡും ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നത്. അപ്പൊ ബ്രെഡിന് ഒരു ടേസ്റ്റും ഒക്കെ വരും, ഒരു മണവും ഗുണമൊക്കെ വരും. അങ്ങനെ രാവിലെ എല്ലാവരുടെയും വയറ് നിറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇനി ഉച്ചയ്ക്ക് എന്തുണ്ടാക്കും എന്നുള്ള ചിന്ത വന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു കിഴങ്ങ് മെഴുക്കുവരട്ടിയും ഒരു തട്ടിക്കൂടി ചിക്കൻ കറിയും ആക്കാവുന്നത്. എന്നും വെക്കുന്ന കൂട്ടത്തിലുള്ള സാധാ ചിക്കൻ കറി വേണ്ട, നമുക്ക് ഇന്നൊരു വെറൈറ്റി ഒപ്പിക്കാൻ നല്ലതായിട്ട് പറഞ്ഞു. എന്നിട്ട് പുള്ളിക്കാരൻ തന്നെ ഒരു റെസിപ്പിയും പറഞ്ഞു. ആ റെസിപ്പി അനുസരിച്ചിട്ടാണ് ഞാൻ ഇന്ന് ചിക്കൻ കറി ഉണ്ടാക്കി. ഇതിന്റെ ഇടയിൽ കൂടെ മോൾ ഇവിടെ മുന്തിരിങ്ങ ജ്യൂസ് അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കിയാലോ. കടുവ് വറുത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും വാട്ടി കുറച്ച് സവാളയും കൂടി ഇട്ട് വാട്ടുന്നുണ്ട്. ആ ഉള്ളി ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് ഞാൻ കാന്താരിമുളക് ചതച്ചാണ് ഇടുന്നത്. കാന്താരി തികഞ്ഞില്ല, അതുകൊണ്ട് കുറച്ച് നമ്മുടെ സാധാ പച്ചമുളകും കൊണ്ട് ചതച്ചിടുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പിലോട്ട് ഇടുന്നുണ്ട്. ഇനി അതിന്റെ ഒരു കുറവ് വേണ്ട. ഇതിന്റെ ഇടയിൽ കൂടെ പങ്കുമോളും മിക്സിയും കൂടെ ഒരു മൽപ്പിടുത്തം നടത്തുന്നുണ്ടായിരുന്നു. ഞാൻ ഓടി ചെന്നില്ലായിരുന്നെങ്കിൽ മിക്സിയുടെ കാര്യത്തിൽ ഇന്നൊരു തീരുമാനമായ. ഇന്നത്തെ ചിക്കൻ കറി ഞാൻ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഗരം മസാല ഒന്നും യൂസ് ചെയ്യുന്നില്ല. ആകെ യൂസ് ചെയ്യുന്നത് കുറച്ച് മല്ലിപ്പൊടി, കുരുമുളക് പൊടിയും, കുറച്ച് സോയാ സോസും, കുറച്ച് ടൊമാറ്റോ സോസും ആണ്. ഇനി ഇതിലേക്ക് ചിക്കനും കൂടെ വാരിയിട്ട് നമുക്ക് 2 വിസിലടിപ്പിക്കാം. അങ്ങനെ പ്രഷർ കുക്കറിൽ 2 വിസിലടിച്ചപ്പോൾ ഞാൻ അതെടുത്ത് പാനിലോട്ട് ഇട്ട് കേട്ടോ. പാനിലോട്ട് ഇട്ട് ഞാൻ നന്നായിട്ട് അതിന്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുക. ഉള്ളിയൊക്കെ വാട്ടിയപ്പോൾ തന്നെ ഞാൻ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിക്കനകത്ത് ഗ്രേവിയൊക്കെ പറ്റിച്ച് ഒരു ഡ്രൈ രൂപത്തിലാക്കുക എന്നുള്ളത്. അങ്ങനെ ഏകദേശം ആയപ്പോൾ തന്നെ ഞാൻ കുറച്ചുകൂടെ സോയാ സോസും കുറച്ച് ടൊമാറ്റോ സോസും വീണ്ടും ഒഴിക്കുന്നു. അങ്ങനെ നമ്മുടെ ചിക്കൻ കുളമാക്കി റെഡി ആയിട്ടുണ്ട്. പുതിയ പേരാണ് കേട്ടോ, ചിക്കൻ കുളമാക്കി. ചിക്കൻ കുളമാക്കി എന്ന് പേരിട്ടെങ്കിലും അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. ഇത് ചപ്പാത്തിയുടെയും ബ്രെഡിന്റെയും ഒക്കെ കൂടെ കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വട്ടമൊക്കെ ട്രൈ ചെയ്യാം. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.